പ്രിയപ്പെട്ടവരെ, മുജീബാണ്. ഇന്ന് 2026 മാർച്ച് 8 ഞായറാഴ്ചയാണ്. നമ്മൾ തെരുവിൽ ഞായറാഴ്ചകളിൽ കൊല്ലം നഗരത്തിൽ വിതരണം ചെയ്യുന്ന ആ ഒരു ഭക്ഷണം. അപ്പോൾ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. 2013 മാർച്ച് 8 നമ്മൾ ഈ ഭക്ഷണ വിതരണ ദൗത്യം ആദ്യമായിട്ട് തുടങ്ങിയത്. ഇന്ന് ആ ദൗത്യം 13 വർഷം പൂർത്തിയാവുകയാണ്. ഇന്ന് നൊയമ്പ് 18 റമളാൻ മാസമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കുടുംബാംഗങ്ങളൊക്കെ നൊയമ്പ് എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഭക്ഷണം തയ്യാറാക്കുന്നതും ഇത് വിതരണം ചെയ്യുന്നതും. നാട്ടിലും വിദേശത്തുമുള്ള ധാരാളം സുഹൃത്തുക്കളുടെ ഒരു സാമ്പത്തിക പിന്തുണയോടുകൂടിയാണ് നമുക്ക് ഈ ദൗത്യം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സന്തോഷമുണ്ട്. ഈ ദീർഘകാലം ഇങ്ങനെ ഈ രീതിയിൽ ഈ ദൗത്യം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഈ തയ്യാറാക്കുന്ന ഭക്ഷണത്തിൻ്റെ ചിലവ് വഹിച്ചിരിക്കുന്നത് എൻ്റെ സഹപാഠിയും ബാല്യകാലം മുതലുള്ള അടുത്ത സുഹൃത്തുമായിട്ടുള്ള പ്രിയപ്പെട്ട ഒരു പ്രവാസി സഹോദരനാണ്. ഇന്ന് നമ്മൾ ബീഫ് കറിയും നെയ്ച്ചോറുമാണ് വിതരണത്തിനായിട്ട് തയ്യാറാക്കുന്നത്. നെയ്ച്ചോറ് അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, ബീഫ് കറി ഇവിടെ അടുപ്പിൽ തയ്യാറാവുന്നു. ഏതാണ്ട് 10:30 മണിയോടെ ഭക്ഷണം തയ്യാറാക്കി മാറ്റിയിട്ടുണ്ട്. അത് പാക്ക് ചെയ്തെടുക്കുകയാണ്. പതിവ് പോലെ കുടുംബാംഗങ്ങളെല്ലാം സജീവമായി രംഗത്തുണ്ട്. ഞായറാഴ്ച ആയാൽ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഒരു പ്രത്യേക ഉത്സാഹമാണ്. നെയ്ച്ചോറിനും ബീഫ് കറിക്കും പുറമെ പരിപ്പ് കറിയും അച്ചാറും കൂടി ഇന്നത്തെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പൊതിഞ്ഞെടുത്ത ഭക്ഷണം വാഹനത്തിലേക്ക് കയറ്റുകയാണ്. ഈ ഭക്ഷണപ്പൊതികൾ കുടിവെള്ളം ഉൾപ്പെടെയാണ് നമ്മൾ കൊല്ലം നഗരത്തിൽ വിതരണം ചെയ്യുന്നത്. 680-ലധികം ആഴ്ചകളായി ജീവിതചര്യ പോലെ തുടരുന്ന ഈ ദൗത്യത്തിൽ നഗരത്തിൽ ലോട്ടറി വിൽപ്പന നടത്തി ഉപജീവനം കഴിക്കുന്ന വയോജനങ്ങൾ ഉൾപ്പെടെയുള്ള വനിതകൾക്കും പലവിധ രോഗങ്ങളാൽ ദുരിതമനുഭവിച്ച് കൊല്ലത്തെ വിവിധ ഗവൺമെൻറ് ആശുപത്രികളുടെ സൗജന്യ ചികിത്സയെ ആശ്രയിച്ച് നഗരത്തിലേക്കെത്തുന്ന സഹോദരങ്ങൾക്കും അംഗഭംഗം സംഭവിച്ച നിലയിൽ നഗരത്തിൽ പലയിടത്തും ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെയാണ് നമ്മൾ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ഭക്ഷണ വിതരണത്തിനിടയിൽ തെരുവിലാക്കപ്പെട്ട സഹോദരങ്ങളോട് നമ്മൾ പലപ്പോഴും സംവദിക്കാറുണ്ട്. അവരുടെ ചെറിയ ചെറിയ മറ്റ് ആവശ്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ ഭക്ഷണ വിതരണ ദൗത്യം അവസാനിക്കുകയാണ്. അടുത്ത